ഹായ്, ഞാൻ മുഹമ്മദ് റാഫി, സ്റ്റഡി ലിങ്ക്സ് ഇൻ്റർനാഷണൽ. ഇന്ന് ഒരു സ്റ്റുഡൻറ്റും പാരൻറ്റും നമ്മുടെ ഓഫീസിൽ വന്നിരുന്നു. അപ്പോൾ അവർക്കുള്ള ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ MBBS വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻ്റായിരുന്നു. അപ്പോൾ അവർക്ക് വിദേശത്ത് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതായിരുന്നു അവരുടെ ഡൗട്ട്. അപ്പോൾ ഒരുപാട് ഏജൻസികൾ അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് MBBS വിദേശത്ത് പോകുന്ന സ്റ്റുഡൻസും പാരൻസും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മെയിനായിട്ടുള്ള കാര്യം NMC ഗൈഡ് ലൈൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ NMC ഗൈഡ് ലൈൻസുകൾ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. കൂടാതെ നമ്മളെ സ്റ്റുഡൻസിനും പാരൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കിയിട്ട് NMC ഗൈഡ് ലൈൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന കൺട്രിയും യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചാൽ മാത്രമാണ് ഇന്ത്യയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് വിദേശത്ത് പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ NMC ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ട് വ്യക്തമായി അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ കാര്യം, റെക്കഗ്നൈസ്ഡ് ആണോ, അല്ലെങ്കിൽ നമ്മുടെ WFME അതുപോലെ ECFMG ഇപ്പോൾ പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ PG ചെയ്യാൻ, ഇപ്പോൾ അതായത് നമ്മൾ UK, കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ട് PG ചെയ്യാനും വർക്ക് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. WFME അല്ലെങ്കിൽ ECFMG ഒക്കെ റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റുഡൻസ് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ കാര്യം, ഫീസ് ഘടന. നമ്മുടെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചിട്ടുള്ളൊരു വ്യക്തമായൊരു പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പോകുന്നത്, ആ യൂണിവേഴ്സിറ്റിയിലെ ഫീസ് എത്രയാണ്, ഹോസ്റ്റൽ ഫീസ് എത്രയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എത്രയാണ് എന്നുള്ളത് വ്യക്തമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ പല സ്റ്റുഡൻസിനും ഉണ്ടാവാറുള്ള ഒരു ബുദ്ധിമുട്ടാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫീസ് അടക്കാൻ പറ്റാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലാതായി കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടെ നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. നാലാമത്തെ കാര്യം, നിങ്ങൾ FMG പാസ് പെർസെൻറ്റേജ്, അതായത് നിലവിൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേഷൻ എക്സാമിനേഷൻ്റെ പാസ് പെർസെൻറ്റേജ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അത്തരം പാസ് പെർസെൻറ്റേജ് കൂടുതലുള്ള യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസിനായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പോകുന്നത് വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ട്രാവലിങ്ങിൻ്റെ കാര്യമാണ്. എല്ലാ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ പാരൻസിനും ഇത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജ്യം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് എത്ര ദൂരമുണ്ട്, നമ്മൾ ഫ്ലൈറ്റ് ചാർജ് എങ്ങനെയാണ് വരിക, അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ബൈ റോഡ് എത്ര ട്രാവൽ ചെയ്യേണ്ടി വരും, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ അറിഞ്ഞിരുന്നുള്ള ഗുണം നിങ്ങളെ ഫിനാൻഷ്യൽ പ്ലാനിങ് കൂടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം ടിക്കറ്റ് ഫെയർ ഒക്കെ നിങ്ങൾ ഇയറിലേക്ക് വന്നു പോകുന്ന ആളുകളാണെങ്കിൽ ടിക്കറ്റ് ഫെയറിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ പറ്റും. അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ നല്ല ദൂരമൊക്കെ ഉള്ള ഒരുപാട് 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് ചില കുട്ടികൾ. അല്ലെങ്കിൽ വളരെ അടുത്തുള്ള കൺട്രികളെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പോയി വരാൻ പറ്റും. അപ്പം നിങ്ങൾ ട്രാവലിങ്ങിൻ്റെ കാര്യം കൂടെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റഡി ലിങ്ക്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.